4 കാര്യങ്ങൾ വീട്ടിലുണ്ടെങ്കിലേ നിങ്ങൾ എത്ര ഓടി നടന്ന് എക്സസൈസ് ചെയ്താലും ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്താലും ഡയറ്റ് പ്ലാൻ കൃത്യമായിട്ട് ചെയ്താൽ പോലും നിങ്ങളുടെ ആരോഗ്യം ക്ഷയിച്ചു പോകും, നിങ്ങളുടെ രോഗികളാകും, ഉറപ്പാണ്. ഏതൊക്കെയാണ് 4 കാര്യങ്ങൾ പഠിക്കണം. അതോടൊപ്പം 4 കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് ആരോഗ്യവും ഉണ്ടാകുമെന്ന് അള്ളാഹുവിൻ്റെ സ്വാലിഹികൾ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആ 4 കാര്യങ്ങളും, അപ്പോൾ മൊത്തം 8 കാര്യങ്ങൾ നമുക്കിന്ന് പഠിക്കണം. ജീവിതത്തിൽ അന്വർത്ഥമാക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. 11,000 രൂപ സമ്മാനം ലഭിക്കുന്ന നമ്മുടെ ചോദ്യം വീഡിയോയിലുണ്ട്, മുഴുവനായി കാണുക, ഉത്തരം കമൻറ്റ് ചെയ്യുക. നാമുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും ഷെയർ ചെയ്യാൻ മറക്കല്ലേ. അള്ളാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ സ്വാലിഹീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷമല്ലേ? എവിടെ പുഞ്ചിരിച്ചുകൊണ്ടൊരു ഹംദ് പറഞ്ഞ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ മാഷാ അല്ലാഹ്. ഈ ഒരു ഹംദിൻ്റെ ബറക്കത്തുകൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സംഭവിച്ചുപോയ പാകപ്പിഴവുകളെല്ലാം പുറത്ത് അർഹമുർറാഹിമായ തമ്പുരാൻ നമ്മെ ചേർത്ത് പിടിക്കുമാറാകട്ടെ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട് അല്ലേ? എല്ലാവരുടെയും സങ്കടങ്ങൾ അള്ളാഹു അറിയുന്നവനാണ്. രാവിലെ ഈ പ്രഭാത സമയത്ത് ഹംദ് പറഞ്ഞതിൻ്റെ ബറക്കത്തുകൊണ്ട് അള്ളാഹു അതൊക്കെ നീക്കിത്തരും, ഉറപ്പാണ് അല്ലേ? നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ നമ്മൾ അള്ളാഹുവിൽ വിശ്വസിക്കണം അല്ലേ? വിശ്വാസം അത് അള്ളാഹുവിൽ ഉറപ്പിക്കണം. എൻ്റെ റബ്ബ് കൈവിടൂല എന്ന് പറഞ്ഞിട്ട് ഹറാമിലേക്ക് പോകാൻ പാടില്ല. കൈവിടൂല എന്ന് പറഞ്ഞാൽ കൈവിടൂല, ഉറപ്പ് തന്നെയാണ് അല്ലേ? അള്ളാഹു റബ്ബുൽ ആലമീൻ അവനെ മനസ്സിലാക്കി ജീവിക്കാൻ നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പോൾ നമ്മൾ ഇന്ന് 8 കാര്യങ്ങൾ പഠിക്കും. അതായത് 4 കാര്യങ്ങൾ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ എത്ര ഓടി നടന്ന് എക്സസൈസ് ചെയ്താലും ശരി, എത്ര വർക്കൗട്ട് ചെയ്താലും ശരി, ഡയറ്റ് കീപ്പ് ചെയ്താലും ശരി, ആരോഗ്യം കൃത്യമാവില്ല. നമുക്ക് ഒരുപാട് രോഗങ്ങൾ വരും, നമ്മുടെ ശരീരം തളർന്നു പോകും, നമുക്ക് എഴുന്നേറ്റ് നടക്കാൻ പോലും പതിയെ പ്രയാസമായി വരും, നമുക്കൊരുപാട് ബുദ്ധിമുട്ടുകൾ ശരീരത്തിലുണ്ടാകും. അതുപോലെ തന്നെ 4 കാര്യങ്ങൾ കൃത്യമാക്കിയാൽ നല്ല ആരോഗ്യം ഉണ്ടാകും. അപ്പോൾ ഏതൊക്കെയാണ് നമുക്ക് പഠിക്കാം. ആദ്യം ആരോഗ്യം ഉണ്ടാക്കുന്ന 4 നല്ല ശീലങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് പഠിച്ചാലോ? മഹാനായ ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു, അവിടുന്ന് വലിയൊരു ത്വബീബും കൂടെയാണ് അല്ലേ? മഹാനായ ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹുവിനെ പോലെ അത്ര വലിയ ആലിമിനെ ലോകം വേറെ കണ്ടിട്ടുണ്ടോ? ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുറൈശികളിൽ നിന്ന് ഒരു ആലിമ് വരാനുണ്ട്, ലോകം മുഴുവൻ ഇൽമു കൊണ്ട് ആ ആലിമ് നിറയ്ക്കുമെന്ന് പഠിപ്പിച്ച സയ്യിദുന ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു. ആ മഹാനായ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു വലിയ ത്വബീബും കൂടെയാണ്, അവിടുന്ന് വലിയൊരു ബിഷഗ്വരൻ കൂടെയാണ്. ആ മഹാൻ പറയുന്ന ചില കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. 4 കാര്യങ്ങൾ ആരോഗ്യം ഉണ്ടാക്കി തീർക്കും. അതാദ്യം നമുക്ക് പഠിക്കാം. 1 അക്ലുൽ ലഹം, ഇറച്ചി കഴിക്കുക. ഇറച്ചി കഴിക്കൽ ആരോഗ്യം ഉണ്ടാക്കും എന്നാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. ഖൈറു ത്വആമി അൽ ലഹ്മ്, ഏറ്റവും നല്ല ഭക്ഷണം, ഉത്തമമായ ഭക്ഷണമാണ് ഏത്? ലഹ്മ്, ഇറച്ചി, മാംസം എന്നൊക്കെ പറയണത്. അപ്പോൾ ഇറച്ചി കഴിക്കണം. അപ്പോൾ ഇറച്ചി കഴിക്കാൻ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഡെയിലി ഇറച്ചി കഴിക്കണമെന്നോ അളവില്ലാതെ ഇറച്ചി കഴിക്കണോ എന്നൊന്നുമല്ല. അധികമായാൽ അമൃതും വിഷമാണ് അല്ലേ? അമൃത് നല്ലതാണെന്നാണ്, പക്ഷേ അത് അധികമായി കഴിഞ്ഞാൽ അതും വിഷമാണെന്നാണ്. എന്നതുപോലെ ഇറച്ചി കഴിക്കൽ നല്ലതാണ്, ഒരു പരിധി വിട്ട് പോകാതെ, എന്നും ഇറച്ചിയാക്കാതെ കൃത്യമായ ഒരളവിൽ ഇറച്ചി, മാംസം നമ്മുടെ ശരീരത്തേക്ക് ചെല്ലേണ്ടതുണ്ട്. അതിനൊക്കെ പറ്റിയ രീതിയിലാണ് ഇറച്ചിയും അതുപോലെ തന്നെ പച്ചക്കറി എല്ലാം കഴിക്കാൻ പറ്റിയ രീതിയിലാണ് മനുഷ്യൻ്റെ പല്ലുകളെ അള്ളാഹു, ആ ഒരു ഘടനയെ തന്നെ അള്ളാഹു റബ്ബുൽ ആലമീൻ സൃഷ്ടിച്ചിട്ടുള്ളത്. അല്ലാതെ മനുഷ്യൻ ഒരിക്കലും പച്ചക്കറി മാത്രം കഴിക്കുന്നവനോ അല്ലെങ്കിൽ മാംസം മാത്രം കഴിക്കുന്നവനോ അല്ല. അവൻ രണ്ടും കഴിക്കാൻ പറ്റിയ രീതിയിലാണ് അവൻ്റെ പല്ലുകൾ അള്ളാഹു റബ്ബുൽ ആലമീൻ കൃത്യമായി സൃഷ്ടിച്ച് തന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചില ആളുകളുണ്ട്, ഇറച്ചി കഴിക്കൽ ആരോഗ്യത്തിന് കേടാണ്. അല്ലല്ല, അത് തെറ്റാണ്. ഇറച്ചി കഴിക്കൽ ആരോഗ്യത്തിന് നല്ലതാണ്, പക്ഷേ പരിധി വിടരുത്. ഇപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, നമ്മുടെ LCHF, കീറ്റോ, പാലിയോ അങ്ങനെയൊക്കെ കുറേ ഡയറ്റുകളുണ്ട്. അതിലെ പ്രധാന ഭക്ഷണം എന്താണ്? ഇറച്ചി തന്നെയാണ്. ഇറച്ചി, അതുപോലെ തന്നെ മീൻ, അതായത് പച്ചക്കറി അല്ലാത്ത ഭക്ഷണങ്ങളാണ് അതിൽ പ്രധാനമായിട്ട് കഴിക്കേണ്ടത്. പച്ചക്കറി കഴിക്കേണ്ടെന്നല്ല, പ്രധാനം അതിനാണ്. കാരണം നമ്മൾ ഫാറ്റ് ഇൻടേക്ക് ചെയ്ത് നമ്മുടെ ശരീരത്തിലുള്ള ചീത്ത കൊളസ്ട്രോളിനെ പുറത്തേക്ക് തള്ളുന്ന മനോഹരമായൊരു ഡയറ്റാണ് കീറ്റോ ഡയറ്റ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇറച്ചി നല്ലൊരു ആഹാരം തന്നെയാണ്. സ്വഹാബത്ത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് തന്നെ പഠിച്ചിട്ട് പറഞ്ഞു തരുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ. 40 ദിവസം തുടർച്ചയായിട്ട് അല്പം പോലും മാംസം ഒരു മനുഷ്യൻ കഴിക്കുന്നില്ല എങ്കിൽ അവൻ്റെ ഹൃദയത്തിന് കാഠിന്യം സംഭവിക്കും. ഇതുപോലെ തന്നെ മറ്റൊരു റിപ്പോർട്ടിൽ ഇങ്ങനെ കാണാമല്ലോ, പതിവായി എന്നും ഇറച്ചി കഴിക്കുന്ന ഒരു മനുഷ്യനാണെങ്കിൽ അവൻ്റെ കൽബിനും കാഠിന്യം സംഭവിക്കും. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് ഒരു മധ്യമ നിലപാടുകാരായി ഇടയ്ക്കൊക്കെ വീട്ടിൽ ആഴ്ചയിൽ 1-2 ദിവസം
ഞായറാഴ്ചയെങ്കിലുമൊക്കെ ഇറച്ചി മേടിച്ചിട്ട് ഇറച്ചി ഉണ്ടായി കഴിക്കുക. നമ്മുടെ കുട്ടികൾക്ക് മാംസം കൊടുക്കുക. അതെല്ലാം ആരോഗ്യം ഉണ്ടാക്കും, കുഞ്ഞുങ്ങൾക്ക് ആരോഗ്യം ഉണ്ടാക്കും എന്നുള്ളത് ഉറപ്പാണ്. മാംസം എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ വീട്ടിൽ പാചകം ചെയ്ത് പരമാവധി കഴിക്കുക. എപ്പോഴും ഹോട്ടലിൽ പോയി കഴിക്കുന്നൊരവസ്ഥ ഉണ്ടാകരുത്. ജങ്ക് ഫുഡുകൾ ഒഴിവാക്കുക. നല്ല മാംസം വീട്ടിൽ കുക്ക് ചെയ്ത് നന്നായി കഴിക്കുക. അല്ലാഹു റബ്ബുൽ ആലമീൻ ആരോഗ്യമുള്ളവരിൽ ഉൾപ്പെടുത്തട്ടെ. രണ്ടാമത്തേത് ഷമുത്തീബ്, സുഗന്ധം, ഒരു സുഗന്ധം വ്യാപിപ്പിക്കുക, നല്ല ഗന്ധം ഉണ്ടാവുക. സുഗന്ധം ശരീരത്തിൽ ഉണ്ടാവുക എന്ന് പറയുന്നത് അത് നല്ല ആരോഗ്യത്തിന് നിമിത്തമായൊരു കാര്യമാണ്, ഇല്ലേ? ഇപ്പോൾ വെള്ളിയാഴ്ച ദിവസം എന്ന് പറയുന്നത് വളരെ പ്രത്യേകതയുള്ള ദിവസമാണ്. ആ വെള്ളിയാഴ്ച ദിവസത്തിലെ വളരെ പ്രധാനപ്പെട്ട സുന്നത്തുകളിൽ ഒന്നാണ് ഏത്? സുഗന്ധം പൂശുക. അത്ര പ്രധാനപ്പെട്ടൊരു ദിവസത്തെ പരിഗണിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് സുഗന്ധം പൂശൽ വലിയ സുന്നത്തായി കൊണ്ട് തന്നെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ അള്ളാഹുവുമായിട്ട് സംസാരിക്കാൻ നിൽക്കുന്നൊരു വേള ഉണ്ടല്ലോ, അതെപ്പോഴാണ്? നിസ്കാരത്തിൽ അള്ളാഹുമായിട്ട് മുനാജാത്ത് നടത്താണ്. അപ്പോൾ നമ്മൾ ഇന്ത്യൻ പ്രസിഡൻറ്റിനെ കാണാൻ അവസരം കിട്ടിക്കഴിഞ്ഞാൽ എത്ര നീറ്റ് ഡ്രസ്സിൽ എത്ര നല്ല പെർഫ്യൂം വാങ്ങാൻ പറ്റും, അത്ര നല്ല പെർഫ്യൂമൊക്കെ വാങ്ങിയിട്ട് നമ്മൾ പോയി ഇങ്ങനെ മുമ്പിൽ നിൽക്കും. കാരണം എന്താ? ഒരു നല്ല ഒരു അട്രാക്റ്റീവായി നിൽക്കണം. എന്നിലൊരു അട്രാക്ഷൻ അവർക്ക് തോന്നണം. എന്നെ കാണുമ്പോൾ ഒരു സുമുഖനാണ് അല്ലെങ്കിൽ സുമുഖിയാണെന്ന് തോന്നണം. എടോ, നമ്മളെ പടച്ച നാഥനായ റബ്ബിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഏറ്റവും കീറിയ നിസ്കാരകുപ്പായവും അവിടെ ഇവിടെയൊക്കെ തുന്നി കെട്ടിയത്, അതുപോലെ കുളിച്ചിട്ട് പോലും ഉണ്ടാവില്ല, വിയർത്തൊലിച്ച കോലത്തിൽ, അങ്ങനെയൊക്കെയാണ് അള്ളാൻ്റെ മുമ്പിൽ നിൽക്കുക, അല്ലേ? അങ്ങനെ ആകരുത്. നല്ല വസ്ത്രം ധരിച്ച് നിസ്കരിക്കുക, നല്ല സുഗന്ധം പൂശുക. അതായത് സുഗന്ധം പൂശിയിട്ട് നിസ്കരിക്കുന്ന നിസ്കാരം, അതായത് അത്തർ ഉപയോഗിച്ചിട്ട് നിസ്കരിക്കുന്ന നിസ്കാരം അത്തറില്ലാതെ നിസ്കരിക്കുന്ന 2 റക്അത്തിനേക്കാൾ 70 റക്അത്ത് നിസ്കരിച്ച പ്രതിഫലമാണ്. അതായത് സുഗന്ധം ഇല്ലാതെ 2 റക്അത്ത് നിസ്കരിക്കുന്നത് പോലെയല്ല. സുഗന്ധം പൂശിയിട്ട് നിസ്കരിക്കുമ്പോൾ 70 റക്അത്ത് നിസ്കരിച്ച കൂലി 2 റക്അത്തിന് കിട്ടുകയാണ്, 70 ഇരട്ടി പ്രതിഫലം കിട്ടുകയാണ്. ആലോചിച്ച് നോക്കിയേ. അപ്പോൾ എത്ര വലിയ മഹത്വമാണ് സുഗന്ധം ഉപയോഗിക്കുക എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലും ആ സുഗന്ധം ഉണ്ടാകണം. സുഗന്ധം നമുക്ക് നല്ല ഒരു നല്ല മൈൻഡ് തരും, മനസ്സിന് സമാധാനം തരും, അതിലൂടെ ആരോഗ്യം ഉണ്ടാകും. നന്നായി ചിരിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ആരോഗ്യത്തിൻ്റെ നിമിത്തമാണ് അതൊക്കെ. നല്ല സുഗന്ധം വീട്ടിൽ മഗ്‌രിബിൻ്റെ സമയത്തും സുബഹിയുടെ സമയത്തൊക്കെ ഇങ്ങനെ സുഗന്ധം പരക്കട്ടെ. സുഗന്ധം ഉള്ളിടത്തേക്ക് മലക്കുകൾ തേടി വരും. ദുർഗന്ധമാണെങ്കിൽ പിശാചിൻ്റെ സങ്കേതമായിരിക്കും അത്. ചില സമയത്തൊക്കെ നമ്മൾ വീട്ടിലേക്ക് ഇങ്ങനെ ഡോറൊക്കെ അടച്ചിട്ട് വീട്ടിലേക്ക് ഇങ്ങനെ കയറി വരുമ്പോൾ വല്ലാത്തൊരു ദുർഗന്ധം അവിടെ ഇങ്ങനെ കെട്ടി നിൽക്കുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചു ആ വീട്ടിൽ പിശാചി ഇങ്ങനെ ഒരു കൂട് കൂട്ടിയിട്ടുണ്ട്. വേഗം ജനലൊക്കെ തുറന്നിട്ട്, എപ്പോഴും ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് ജനലും വാതിലൊക്കെ തുറന്നിട്ട് പുറത്തേക്ക് എയറൊക്കെ കളയുക, തിങ്ങി നിൽക്കുന്ന എയറുകളൊക്കെ ഒന്ന് കളയുക. ചില ആളുകളുണ്ട് വീട്ടിൽ ഒരു വാതിലും ഒരു ജനലും തുറക്കില്ല. അങ്ങനെ ആകാൻ പാടില്ല. ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് തുറന്നിടണം. ഫ്രണ്ട് ഡോർ എപ്പോഴും തുറന്ന് ഇടുന്ന ആളുകളുണ്ട്, അങ്ങനെ ആകാനും പാടില്ല. മഗ്‌രിബിൻ്റെ സമയത്തൊക്കെ വാതിൽ കൊണ്ട് തുറന്നിടുന്നൊരവസ്ഥ ഉണ്ടാകാനും പാടില്ല. അതൊക്കെ പിശാചുക്കൾ ഓടി നടക്കുന്ന സമയമാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നല്ല പെർഫ്യൂം അല്ലെങ്കിൽ നല്ല സുഗന്ധം നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് സ്ത്രീകൾ വീട്ടിൽ നിസ്കരിക്കുന്ന സമയത്ത് സുഗന്ധം ഉപയോഗിക്കാറുണ്ടോ? പുരുഷന്മാർ പള്ളിയിൽ പോകുമ്പോൾ ചിലരെങ്കിലും ഉപയോഗിക്കും. സ്ത്രീകൾ അവർക്ക് നിസ്കരിക്കേണ്ടത് നിസ്കാരത്തിന് നല്ലത് വീട്ടിൽ വെച്ച് തന്നെയാണ്. അങ്ങനെയാണല്ലോ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ബുയൂത്തുഹുന്ന ഖൈറുൽ ലഹുന്ന, പെണ്ണെ നിനക്ക് ഏറ്റവും നല്ലത്, നിനക്ക് നല്ലത് വീടാണെന്ന് മുത്തുനബി തങ്ങൾ പറയുമ്പോൾ എനിക്ക് നല്ലത് പള്ളിയാന്ന് പറഞ്ഞ് പോകേണ്ട കാര്യം നമുക്കില്ലല്ലോ. ഈമാനുള്ളവരങ്ങനെ ചെയ്യില്ല. അല്പമെങ്കിലും ഈമാനുണ്ടെങ്കിൽ മുത്തുനബി പറഞ്ഞെടുത്ത് നിൽക്കും. അപ്പോൾ വീട്ടിൽ നിസ്കരിക്കുമ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ സുഗന്ധം ഉപയോഗിക്കണം. ഓരോ വക്കത്തിലും സുഗന്ധം ഉപയോഗിക്കണം. ഓരോ സുന്നത്ത് നിസ്കാരത്തിലും സുഗന്ധം ഉപയോഗിക്കണം. ശരീരത്തിൽ മണം ഉണ്ടാകട്ടെ. ആ നിസ്കാര കുപ്പായത്തിൽ സുഗന്ധം ഉപയോഗിക്കുക. പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് അന്യപുരുഷന് കിട്ടുന്ന രീതിയിലുള്ള സുഗന്ധം ഉപയോഗിക്കണ കാര്യമല്ലേ ഈ പറയണത്. വീടിനകത്ത് നിസ്കരിക്കുന്ന സമയത്ത് സ്ത്രീകൾ ഉപയോഗിക്കുക കേട്ടോ. നല്ല വസ്ത്രത്തിൽ നല്ല രീതിയിൽ നല്ല സുഗന്ധം ഉപയോഗിച്ച് അല്ലാഹു റബ്ബുൽ ആലമീൻ്റെ മുമ്പിൽ നിൽക്കാൻ കഴിയണം. ഇപ്പോൾ നിങ്ങൾ ഈ ചാത്തൻ സേവയൊക്കെ നടത്തുന്ന ആൾക്കാരെ കണ്ടിട്ടില്ലേ? ചാത്തൻ സേവ നടത്തുന്ന ആളുകൾ അവർ മന്ത്രവാദവും പൂജയൊക്കെ ചെയ്യുമ്പോൾ അവിടെ ഭയങ്കര ദുർഗന്ധം ഉണ്ടാക്കും. വല്ലാത്തൊരു ജാതി മണമൊക്കെ ആയിരിക്കും അവിടെ. എന്താ കാരണം? അങ്ങനെയുള്ളിടത്തെ പിശാച് ഉണ്ടാവുള്ളൂ. നല്ല ഗന്ധമുള്ളിടത്ത് പിശാചിന് നിൽക്കാൻ കഴിയില്ല. അവിടെ മലക്കുകളുടെ സങ്കേതമാണ്. അപ്പോൾ നമ്മൾ മഗ്‌രിബിൻ്റെ നേരത്തൊക്കെ പിശാചുകൾ ഓടി നടക്കുന്ന സമയമാണെന്നാണ് മുത്തുനബി തങ്ങൾ പറഞ്ഞത്. ആ സമയത്തൊക്കെ നമ്മുടെ വീട് വാതിലൊക്കെ അടച്ച് ലോക്കിയ, കുട്ടികളെയൊക്കെ അകത്താക്കുക, നല്ല സുഗന്ധം പൂശുക, സുഗന്ധം ഉണ്ടാക്കുക, ഒരു സുഗന്ധം പരിമളം അവിടെ പരക്കട്ടെ, ചന്ദ്രയൊക്കെ ഒന്ന് കത്തിക്കുക. സുബിയുടെ സമയത്തൊക്കെ പിശാചുകൾ കയറില്ല, അവിടെ മലക്കുകളുടെ സങ്കേതമായി തീരും. അപ്പോൾ അതിലൂടെ നമുക്ക് നല്ല മൈൻഡ്, നല്ല സുഗന്ധം ആസ്വദിക്കാൻ കഴിഞ്ഞാൽ നല്ലൊരു മൈൻഡ് നമുക്ക് ലഭിക്കും, നല്ല സമാധാനം, അതിലൂടെ നല്ല ആരോഗ്യം ലഭിക്കും. ഓക്കെ, മൂന്നാമത്തേത് കുളി ഇത്തിരി അധികപ്പെടുത്തുക. 2-3 തവണ കുളിക്കുക. രാവിലെ കുളിക്കുക, രാത്രി കുളിക്കുക. ഈ ജനാബത്തിൻ്റെ കുളി മാത്രമല്ല, അതല്ലാതെ അല്ലാത്ത കുളികൾ വർദ്ധിപ്പിക്കുന്നത് നല്ലതാണ്. ഇത്തിരി നേരത്തേക്ക് കുളിക്കുന്നത് വളരെ നല്ലതാണ്. നട്ടുച്ച വരെ കാത്തു നിൽക്കരുത്. ചില ആളുകൾ നട്ടുച്ചയ്ക്കേ കുളിക്കുള്ളൂ. അതൊക്കെ ശരീരത്തിന് കേടാണ്. മനസ്സിലായി? നേരത്തെ കുളിക്കുക. ഈ ഉച്ച സമയത്ത് നല്ല വെയിലുള്ള സമയത്ത് തലയിലേക്ക് വെള്ളമൊക്കെ ഒഴിക്കുന്ന ആ ഒരു സ്വഭാവം നല്ലതല്ല. മൈഗ്രെയിൻ പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ഞാൻ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഡോക്ടേഴ്സൊക്കെ എപ്പോഴും പറയുന്നൊരു കാര്യമാണത്. ഇപ്പോൾ
കുളി വർദ്ധിപ്പിക്കുക എന്നാൽ നേരത്തെയാക്കുകയും ചെയ്യുക. രാത്രി കുളിക്കുക, അത് വളരെ നല്ലതാണ്. ഉറങ്ങുന്നതിന് മുമ്പ് കുളിക്കലൊക്കെ വളരെ നല്ലൊരു കാര്യമാണ്. നന്നായി കുളിച്ച് നമ്മൾ ബെഡ്റൂമിലേക്ക് കയറി ചെല്ലുമ്പോൾ നല്ല കുളിച്ച്, കുളി എന്ന് പറഞ്ഞാൽ തല നനക്കലിൽ നിർബന്ധമൊന്നുമില്ല, നനച്ചാൽ നല്ലത്. ഇനിയിപ്പോൾ ജലദോഷം പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ശരീരം ഒന്ന് മേലൊക്കെ കഴുകി നല്ല അധികം കുത്തലില്ലാത്ത പെർഫ്യൂം, അതായത് സ്ത്രീകൾക്ക് കുത്തലുള്ള പെർഫ്യൂമിനോട് വലിയ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല, അവർക്ക് തലകറക്കം പോക്കാനും ഛർദിയൊക്കെ വരും. അപ്പോൾ നല്ല ഒരു പെർഫ്യൂം വീട്ടിൽ യൂസ് ചെയ്യാൻ മാത്രമായിട്ട് മേടിച്ച് വെച്ചിട്ട് അതൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് ബെഡിൽ പോയി തൻ്റെ പ്രിയപ്പെട്ടവരുടെ അടുക്കൽ കിടക്കുക. അതുപോലെ തന്നെ പല സ്ത്രീകളുടെയും പരാതി, പുരുഷന്മാർ കുളിച്ചിട്ട് വന്ന് കിടക്കൂല, അല്ലെങ്കിൽ ആകെ വിയർത്തൊലിച്ച് വന്ന് കിടക്കും. ചില പുരുഷന്മാരുടെ പരാതി എന്താണ്, ഇവൾ അടുക്കളയിൽ തന്നെയാണ്, അടുക്കളയിൽ നേരെ വന്ന് കിടന്നുറക്കും. അങ്ങനെയൊന്നും ആകാൻ പാടില്ല. ഒക്കെ ദാമ്പത്യ ജീവിതത്തെ തകർക്കും. പല അവിഹിത ബന്ധങ്ങൾക്ക് പോലും ഇത്തരം സ്വഭാവം കാരണമാക്കിയിട്ടുണ്ട്. നല്ല ഗന്ധം, നല്ല സുഗന്ധം എല്ലാവരിലും പരക്കട്ടെ കേട്ടോ. അങ്ങനെ ആയാൽ നല്ല കുളി വർദ്ധിപ്പിക്കുന്നതിലൂടെ ആരോഗ്യം ഉണ്ടാകും എന്നുള്ളതാണ്. നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ഹോർമോണൽ പ്രവർത്തനങ്ങൾ കൊണ്ട് ആരോഗ്യമുണ്ടാകാൻ സാധ്യത കൂടുതലാണ്. നാലാമത്തേത്, നല്ല വസ്ത്രം ധരിക്കുക. കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കാൻ ശ്രമിക്കുക. നല്ല കോട്ടൺ, ലിനൻ പോലുള്ള, പ്രത്യേകിച്ച് പുരുഷന്മാരോട് പറയട്ടെ, ഒരുപാട് ഈ ശരീരത്തിന് ചൂടുണ്ടാക്കുന്ന തരം വസ്ത്രങ്ങളൊക്കെ ധരിച്ച് നമ്മളാകെ ഇടങ്ങേറാകുന്നൊരവസ്ഥ ഉണ്ടാകാൻ പാടില്ല. പ്രത്യേകിച്ച് സ്ത്രീകൾക്കൊരു ചിന്ത ഉണ്ട്, പർദ്ദ ധരിക്കുമ്പോൾ ഏത് വസ്ത്രമൊക്കെ ഏത് കളറായിരിക്കണം, അത് ഉസ്താദ് ഇത് ബ്ലാക്ക് തന്നെ ആയിരിക്കണം. ആരാ നിങ്ങളോട് പറഞ്ഞത് ബ്ലാക്ക് അല്ലാത്തത് ധരിക്കാൻ പാടില്ലേ? ബ്ലാക്ക് തന്നെ ധരിക്കണമെന്ന് വല്ല നിർബന്ധമുണ്ടോ? ബ്ലാക്ക് ധരിക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടെന്നല്ല ഞാൻ പറയണത്. കൂടുതലും ബ്ലാക്ക് തന്നെയാണ് ധരിക്കൽ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ചില ഈ തുണികൾക്ക് ഭയങ്കര കട്ടിയും നമ്മുടെ ശരീരത്തേക്ക് ചൂടിങ്ങനെ അങ്ങോട്ട് തിങ്ങിയിട്ട് വല്ലാതെ നമ്മൾ ഇറിറ്റേറ്റ് ചെയ്യും, നമ്മുടെ ആരോഗ്യത്തെ ക്ഷയിപ്പിച്ച് കളയും, ക്ഷീണിപ്പിക്കും, നമ്മളാകെ വീർത്ത് കുളിച്ച് എട്ടങ്ങേറായി പോകും. അപ്പോൾ കളർഫുൾ പർദ്ദ ധരിക്കാം, കുഴപ്പമൊന്നുമില്ല. പർദ്ദ കൊണ്ട് ശരീരത്തെ എല്ലായിടത്തും മറയാന്നേ ഉള്ളൂ, ആ മറക്കുന്ന രീതി അല്ലേ, ഹിജാബ് ഉണ്ടാവുക. ബ്ലാക്ക് തന്നെ വേണമെന്ന് ഒരു നിർബന്ധമില്ല കേട്ടോ. വേറെ കളർ ധരിക്കാൻ പാടില്ല എന്നൊന്നും ഒരു മതവും പറയുന്നില്ല. ബ്ലാക്ക് അത്ര നല്ലതല്ല എന്നേ പറഞ്ഞിട്ടുള്ളൂ ഇസ്ലാം. ബ്ലാക്ക് കളർ അധികം എപ്പോഴും ധരിക്കേണ്ടതില്ല എന്നേ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ എപ്പോഴും ബ്ലാക്ക് തന്നെ ധരിച്ചിട്ട് നടക്കണമെന്നും എവിടെയും പറയുന്നില്ല. ഏറ്റവും നല്ല വസ്ത്രം വെള്ളയാണ് കേട്ടോ. അപ്പോൾ ഏതായാലും വസ്ത്രം ധരിക്കുമ്പോൾ നല്ല കോട്ടൺ വസ്ത്രങ്ങൾ, നല്ല ഒരു സുഗമമായി ഇടാൻ പറ്റിയ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് തന്നെ ഔറത്തുകൾ മറക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നല്ല ഒരു ആരോഗ്യം ലഭിക്കും. മഹാനായ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞ കാര്യമാണ്. ഇനി ആരോഗ്യം നഷ്ടപ്പെടുത്തുന്ന 4 കാര്യങ്ങൾ, ഇതാണ് നമ്മുടെ മെയിൻ കണ്ടൻറ്റ് എന്ന് പറയുന്നത്. അതായത് എത്ര തന്നെ എക്സസൈസ് ചെയ്താലും ഡയറ്റ് ചെയ്താലും ആരോഗ്യം നശിച്ചു പോകും ഈ 4 കാര്യങ്ങളുണ്ടെങ്കിൽ. ഏതൊക്കെയാണത്? ഒന്നാമത്തേത് കസറത്തുൽ ജിമാ, സംയോഗം വർദ്ധിപ്പിക്കുക. ചില സൈക്കോളജിക്കൽ കൗൺസിലിംഗ് സെഷനുകളിലേക്ക് ഇരിക്കുന്ന സമയത്ത് ചിലരുടെ പരാതി, ഉസ്താദേ ആദ്യമൊക്കെ ഞങ്ങളുടെ ഈ സെക്ഷൽ കോണ്ടാക്റ്റ്, സെക്ഷൽ ഇൻ്റർകോഴ്സ് കറക്റ്റായിരുന്നു, പിന്നെ ഇപ്പോൾ ഒരു 4 മാസം 5 മാസമൊക്കെ ഗ്യാപ്പിലാണ് വല്ലപ്പോഴും ഒരിക്കൽ സെക്ഷലായി ഞങ്ങൾ കോണ്ടാക്ട് ചെയ്യാന്നാണ്. അത് വളരെ വലിയ തെറ്റാണ്. ഹറാമായ ചിന്തയിലേക്ക് പോകാൻ, ഹറാമായ കാഴ്ചയിലേക്ക് നോക്കാൻ, ഹറാമായ ബന്ധങ്ങളിൽ ചെന്ന് ചാടാനൊക്കെ അത് കാരണമാണ്. സെക്ഷൽ കോണ്ടാക്റ്റ് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകണം. അത് മനസ്സിന് സന്തോഷം തരും, ആരോഗ്യം തരും, നമ്മുടെ മൈൻഡിങ്ങിനെ വളരെ ഹാപ്പിയായി നിലനിർത്തും. കുടുംബ ബന്ധത്തിൻ്റെ താളം തെറ്റിപ്പോകാതിരിക്കാൻ അത് കാരണമായിത്തീരും. അതായത് സെക്ഷൽ കോണ്ടാക്റ്റ് ഒരു പരിധിവരെ കറക്റ്റാണെങ്കിൽ ഒരു വലിയ ശതമാനം പ്രശ്നങ്ങൾ അവിടെ തീരും. മനസ്സിലാകുന്നുണ്ടോ? ഈ സെക്ഷൽ കോണ്ടാക്റ്റ് ഇല്ലാത്തതിൻ്റെ പേരിൽ മനസ്സിൽ ഇങ്ങനെ ഓരോ ചിന്തകൾ കടന്നുകൂടി, സംശയരോഗം കടന്നുകൂടി, അങ്ങനെ ജീവിതത്തിൻ്റെ താളം തന്നെ തെറ്റിപ്പോയ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ സെക്ഷൽ കോണ്ടാക്റ്റ് കറക്റ്റാക്കുക എന്നുള്ളതാണ്. ഇടയ്ക്കിടെ കൃത്യമായ എണ്ണം വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പ്ലാൻ ചെയ്ത് ഭംഗിയാക്കുക. പക്ഷേ അമിതമായാൽ നേരത്തെ പറഞ്ഞതുപോലെ വിഷമാണ്, അമിതാകാൻ പാടില്ല. ഡെയിലി സെക്ഷൽ കോണ്ടാക്റ്റിൽ ഏർപ്പെടുന്നവരുണ്ട്, അവർക്ക് സംഭവിക്കുന്നത് വലിയ പ്രശ്നമാണ്. ആരോഗ്യപരമായൊരു പ്രശ്നം വേറെ ഉണ്ട്, അതോടൊപ്പം തന്നെ ഇതിനോട് വിരക്തി തോന്നും. അതായത് സ്വന്തം ഭാര്യയോട് തന്നെ വിരക്തി തോന്നിയിട്ട് മറ്റ് ഇടങ്ങളിലേക്ക് തേടിപ്പോകാൻ സാഹചര്യമേറെയാണ്. എന്നും ഈ സെക്ഷൽ കോണ്ടാക്റ്റിൽ ഏർപ്പെടുന്നവർ, ഡെയിലി 1-2 തവണ സെക്ഷൽ കോണ്ടാക്റ്റിൽ ഏർപ്പെടുന്നവർ, അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇതിൽ. ഇപ്പോൾ അതിൻ്റെ വേദി അല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ആസ് എ ഒരു സൈക്കോളജിസ്റ്റ് എന്ന നിലയിൽ നമുക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യേണ്ടി വന്നിട്ടുണ്ട്, പല കേസുകളും അറ്റൻഡ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്, ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒരു പരിധി വിടാൻ പാടില്ല, എന്നാൽ കൃത്യമായിട്ട് ലൈഫ് ലോങ് ഒരിക്കലും അസ്തമിക്കേണ്ട ഒരു കാര്യമല്ല. മരണം വരെ സന്തോഷത്തോടെ ഒരുമിച്ച് റൊമാൻറ്റിക്കായി സെക്ഷൽ കോണ്ടാക്റ്റിലൂടെ ഭാര്യ ഭർത്താക്കന്മാർ മനോഹരമായി ജീവിക്കാൻ ശ്രമിക്കണം. അതും പരസ്പരം സാറ്റിസ്ഫാക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. സെക്ഷൽ കോണ്ടാക്റ്റ് എന്ന് പറഞ്ഞാൽ ഭർത്താവിന് സംതൃപ്തി, ഭാര്യയ്ക്ക് ഒരു സംതൃപ്തിയില്ല, അങ്ങനെ ആകാനും പാടില്ല. രണ്ടുപേർക്കും സംതൃപ്തമായ മനോഹരമായി പരസ്പരം തൃപ്തിയുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടേ ഇതിൽ നിന്ന് പിന്മാറാൻ പാടുള്ളൂ. ഒരാൾക്ക് സാറ്റിസ്ഫാക്ഷൻ ലഭിച്ചു, മറ്റാൾക്ക് ലഭിച്ചില്ല എങ്കിൽ നീ എണീറ്റ് പോകാൻ പാടില്ല. രണ്ടുപേർക്കും സാറ്റിസ്ഫാക്ഷൻ വേണമെന്ന് പഠിപ്പിക്കുന്നുണ്ട് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ കസറത്തുൽ ജിമാ പ്രശ്നം. രണ്ടാമത്തേത് കസറത്തുൽ ഹം, ടെൻഷൻ വർദ്ധിക്കുക. ടെൻഷൻ, എപ്പോഴും ടെൻഷനാണ്.
ടെൻഷൻ ഒരു മനുഷ്യനുണ്ടോ അവൻ്റെ ആരോഗ്യം ക്ഷയിക്കും. കാരണം എന്താ, അവനൊന്നിലും ആക്റ്റീവല്ല, അവനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, അവന് മനസ്സിൽ ഇങ്ങനെ ടെൻഷൻ നടന്നിരിക്കണം, എന്ത് ചെയ്യും, അതെന്താവും ഇതെന്താവും. ടെൻഷൻ അമിതമായുള്ളൊരു മനുഷ്യൻ അള്ളാഹുവിൽ തവക്കുലില്ലാത്തവനാണ്. അള്ളാഹുവിൽ നിങ്ങൾക്ക് തവക്കുലുണ്ടോ നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടാവില്ല. എന്തിനാണ് ടെൻഷൻ അടിക്കണേ? ഒരു കാര്യം ഉറപ്പിച്ച് വെച്ചോ, നമ്മൾ ടെൻഷൻ അടിച്ചത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വല്ല മാറ്റം ഉണ്ടാവുമോ? ഉണ്ടാവുമോ? പിന്നെ എന്തിനാണ് ടെൻഷൻ അടിക്കണേ? പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ ടെൻഷൻ അടിച്ചതുകൊണ്ട് ഇവിടെ മഴ പെയ്യാൻ പോകുന്നുണ്ടോ? ഇല്ല. പിന്നെ എന്തിനാണ് ടെൻഷൻ അടിക്കണേ? എല്ലാം മാറ്റിമറിക്കുന്ന റബ്ബിൻ്റെ അടിമകളാണ് നമ്മൾ. നമുക്ക് റബ്ബിലേക്ക് കൈ ഉയർത്തിയാൽ പോരെ, ടെൻഷൻ അടിക്കേണ്ട കാര്യമുണ്ടോ? റബ്ബിൽ വിശ്വാസം ഉറപ്പിച്ചിട്ട് അള്ളാഹുവിലേക്ക് കൈ ഉയർത്ത്. ഞാൻ ഇന്നലെ പഠിപ്പിച്ചൊരു ഹദീസുണ്ട്, അന ഇൻദ ളന്നി അബ്ദി ബി. ഖുദ്സിയായ ഹദീസാണ്. അള്ളാഹ് പറയുന്നത് എന്താണെന്നറിയോ? എൻ്റെ അടിമ എന്നെക്കുറിച്ച് എങ്ങനെയാണോ ചിന്തിക്കുന്നത് ഞാൻ അങ്ങനെയായിത്തീരും. എന്താ പറഞ്ഞ്? എൻ്റെ അടിമ എന്നെക്കുറിച്ച് എന്താണോ ചിന്തിക്കുന്നത് ഞാൻ അങ്ങനെയായിത്തീരും. അടിമ ചിന്തിക്കുന്നത് അള്ളാഹു ക്രൂരനാണെങ്കിൽ അള്ളാഹുവിനെ ക്രൂരനായി കാണാം. അടിമ ചിന്തിക്കുന്നത് എൻ്റെ റബ്ബ് എനിക്ക് കാര്യങ്ങൾ നടത്തിത്തരും, എൻ്റെ കടം വീട്ടിത്തരും, എൻ്റെ പ്രയാസങ്ങൾ നീക്കും, അള്ളാഹു വീട്ടിത്തരും, അള്ളാഹു നീക്കിത്തരും. ഇതാണ് ഇവിടെയാണ് വിഷയം കിടക്കുന്നത്. അപ്പം ടെൻഷൻ ഉണ്ടാകാൻ പാടില്ല, ടെൻഷനൊക്കെ മാറ്റി വെക്കണം. പക്ഷേ ഞങ്ങളുടെ കാര്യം അറിയാൻ പാടില്ലാണ്. എന്ത് കാര്യം ആയിക്കോട്ടെ സഹോദര, എന്ത് കാര്യം ആയിക്കോട്ടെ, അള്ളാഹുവിലേക്ക് ഭരമേൽപ്പിക്ക്. അള്ളാഹിനെ കൊണ്ട് കഴിയാത്തതായിട്ടൊന്നുമില്ലല്ലോ. നീ ടെൻഷൻ അടിച്ചതുകൊണ്ട് നിൻ്റെ ഭാരം മാറുന്നുണ്ടോ? ഇല്ല. അള്ളാഹിനോട് പറഞ്ഞിട്ട് ആ ഭാരമൊക്കെ ഇറക്കി വെക്ക്. ടെൻഷൻ ഫ്രീ ആയാൽ രക്ഷപ്പെടും. അപ്പോൾ ടെൻഷൻ അമിതമായാൽ നമ്മുടെ ആരോഗ്യം ക്ഷയിക്കും. എത്ര ഓടിയിട്ടും കാര്യമില്ല, നമ്മൾ തളർന്നു, അറ്റാക്ക് വരെ വരാം. അറ്റാക്ക് വന്ന് മരിച്ചു. എത്ര നല്ല ജിംനാസ്റ്റിക്കായ ആളുകൾ അറ്റാക്ക് വന്ന് മരിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു റീസൺ ടെൻഷനാണ്. ഹസ്ബി അല്ലാഹു വ നിഅമൽ വക്കീൽ. ഹസ്ബി അല്ലാഹ്, എനിക്കെൻ്റെ റബ്ബ് മതി, എൻ്റെ റബ്ബ് എൻ്റെ കൂടെ ഉണ്ട്. അതുപോലെ തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ ആരാധനക്ക് അർഹനില്ല. നമ്മൾ മനസ്സിൽ ആരാധിക്കുന്നത് സമ്പത്തിനെയാണ്. പലപ്പോഴും സമ്പത്തെല്ലാം നേടിത്തരും നമ്മുടെ ചിന്ത. അല്ലല്ല, നേടിത്തരുന്നത് അള്ളാഹുവാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് അധികരിപ്പിക്കുക. എല്ലാ ദിവസവും രാവിലെ സുബഹി കഴിഞ്ഞിട്ട് ഹസ്ബി അല്ലാഹു വ നിഅമൽ വക്കീൽ അർത്ഥമറിഞ്ഞ് 7 തവണ പറഞ്ഞിട്ട് ഇറങ്ങിക്കോ. അള്ളാഹു അന്നത്തെ ദിവസം നിനക്ക് ടെൻഷൻ തരൂല, സമാധാനത്തോടെ ജീവിക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. മൂന്നാമത്തേത് കസറത്തു ശുർബിൽ മാഇ അല റീഖ്. രാവിലെ ഈ വെറും വയറ്റിൽ ഒരുപാട് വെള്ളം കുടിക്കുക. രാവിലെ വെള്ളം കുടിക്കുന്നതിനെ കുറിച്ചല്ല, അമിതമായി വെള്ളം വെറും വയറ്റിൽ കുടിക്കുക. അത് വലിയ പ്രശ്നം ആരോഗ്യത്തിനുണ്ടാക്കും. നമ്മളെ ക്ഷീണിപ്പിക്കും. നമ്മൾ അന്നത്തെ ദിവസം ആകെ ഭയങ്കര ടയേർഡായിരിക്കും. ഉസ്താദ് ഇപ്പോൾ എല്ലാവരും പറയുന്നുണ്ടല്ലോ രാവിലെ വെള്ളം കുടിക്കണം, രാവിലെ വെള്ളം കുടിക്കണം എന്നാണ് ഞാനും പറയുന്നത്. പക്ഷേ അമിതമാകരുത്. ഇപ്പോൾ ഡോക്ടേഴ്സ് ആണെങ്കിലും നല്ല ഈ വിഷയത്തിൽ പരിജ്ഞാനമുള്ള ഡോക്ടേഴ്സ് പറയുന്നൊരു കാര്യമുണ്ട്. രാവിലെ വെള്ളം കുടിക്കുകയാണെങ്കിൽ ഒരു ഗ്ലാസ് നിങ്ങൾ അരമണിക്കൂർ കൊണ്ട് കുടിക്കണം എന്ന് പറയുന്ന ഡോക്ടേഴ്സ് ഉണ്ട്. അതായത് പതിയെ സിപ്പ് ചെയ്ത് പതിയെ കുറച്ചായിട്ട് ഇൻടേക്ക് ചെയ്യണം വെള്ളം. അങ്ങനെ പതിവായി ചെയ്താൽ നിങ്ങൾക്ക് തടി പോലും കുറയും എന്നാണ്. അല്ലാതെ നിങ്ങൾ ഒറ്റയടിക്ക് ഒരു കപ്പ് വെള്ളമൊക്കെ എടുത്ത് വലിയ കപ്പ് നിറച്ചങ്ങനെ കുടിച്ചു കഴിഞ്ഞാൽ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകും, നിങ്ങളുടെ ശരീരം ക്ഷീണിച്ചു പോകും. നാലാമത്തേത് കസറത്തു അക്ലുൽ ഹംദ്, അതായത് പുളിയുള്ള ഭക്ഷണം അമിതമായി കഴിക്കുക. എല്ലാം കസറത്താണ്, അമിതമാക്കലാണ്. പുളിയുള്ളത് കഴിക്കണോണ്ട് കുഴപ്പമൊന്നുമില്ല, അമിതമാക്കരുത്. ഇപ്പോൾ സിട്രസ്, ഈ നമ്മുടെ ഓറഞ്ചും അതുപോലെ തന്നെ ലെമൺ, ഇതൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. പുളിയുള്ള ആഹാരങ്ങൾ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല തൈര് കൂട്ടാനൊക്കെ വെച്ച് കഴിക്കലോ നല്ല ഇഷ്ടമാണ്. പക്ഷെ അമിതമാക്കരുത്. അമിതമായാൽ അത് ആരോഗ്യത്തിന് കേടാണ്. മഹാനായ സയ്യിദ് ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞ കാര്യമാണ്. അത്ര വലിയ മഹാത്മാവ് ഇത് പറഞ്ഞു തരുമ്പോൾ നമ്മുടെ ലൈഫിൽ ഇതൊക്കെ ഒന്ന് അപ്ലൈ ചെയ്യണ്ടേ വേണ്ടേ? അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ മാസം നമുക്ക് 11,000 രൂപയുടെ സമ്മാനമാണ് നമ്മൾ നൽകുന്നത്. 11,000 രൂപ, 11,000 രൂപയുടെ സമ്മാനമല്ല, 11,000 രൂപയാണ് സമ്മാനമായിട്ട് നമ്മൾ കൊടുക്കുന്നത്. ആർക്കാണ്? എല്ലാ ദിവസവും ഉത്തരം കമൻറ്റ് ചെയ്ത് വീഡിയോ ഷെയർ ചെയ്യുന്ന ആളുകൾക്കാണ് അതുള്ളത്. ഇൻഷാ അല്ലാഹ് അതിൽ നിന്ന് ഒരാൾ നമ്മൾ തിരഞ്ഞെടുക്കും അല്ലേ. ഇന്നത്തെ ചോദ്യം, മഹാനായ ശൈഖ് ജീലാനി അവർക്ക് എത്ര സന്താനങ്ങളാണ് ഉണ്ടായിരുന്നത്? കമൻറ്റ് ചെയ്യുക. അള്ളാഹു എല്ലാവർക്കും ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. അർഹമുർ റഹീമായ റബ്ബേ, നീ ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാ. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ അന്വർത്ഥമാക്കാൻ തൗഫീക്ക് നൽകണേ അല്ലാ.
പടച്ചവനെ നിന്നാൽ സ്നേഹിക്കപ്പെടുന്നവരിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ. പടച്ചവനെ നീ വെറുക്കുന്നവരിൽ പെടുത്തല്ലേ അല്ലാ. നിന്റെ കോപം ലഭിക്കുന്നവരിൽ പെടുത്തല്ലേ അല്ലാ. നിന്റെ റഹ്മത്ത് ലഭിക്കുന്നവരിൽ പെടുത്തണേ അല്ലാ. റഹ്മത്തുല്ലിൽ ആലമീനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദദ് ലഭിക്കുന്നവരിൽ പെടുത്തണേ അല്ലാ. യാ റബ്ബന ചെയ്തു പോയ പാപങ്ങൾ പൊറുക്കണേ അല്ലാ. സമാധാനം നൽകണേ അല്ലാ. സന്തോഷം നൽകണേ അല്ലാ. കുടുംബ പ്രശ്നങ്ങൾ നീക്കണേ അല്ലാ. മക്കളെ നന്നാക്കണേ അല്ലാ. ഇണകളെ നന്നാക്കണേ അല്ലാ. പഠനങ്ങളിൽ പാഠ്യേതര വിഷയങ്ങളിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാ. എല്ലാ പരീക്ഷകളിലും ഉന്നത വിജയം നീ നൽകണേ അല്ലാ. പലവിധ എക്സാമുകൾ എഴുതാൻ വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട്. ഖൈറായ നിലക്ക് അറ്റൻഡ് ചെയ്യാൻ പരിപൂർണമായ വിജയത്തിൽ രക്ഷപ്പെടാൻ നീ തൗഫീഖ് നൽകണേ തമ്പുരാനെ. കടബാധ്യതകൾ ഏറ്റെടുക്കണേ അല്ലാ. ജോലിയിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാ. ഇഖാമക്ക് വേണ്ടി, അതുപോലെ നാട്ടിലേക്ക് വരാൻ കഫീലിൻ്റെ സമ്മതത്തിന് വേണ്ടി, അങ്ങനെ തുടങ്ങിയ ഒരുപാട് പ്രയാസങ്ങളിലായി വിസയ്ക്ക് വേണ്ടി, പാസ്പോർട്ടിന് വേണ്ടി, ലൈസൻസിന് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട്. എല്ലാം നീ എളുപ്പമാക്കണേ അല്ലാ. സിഹ്റുകൾ കണ്ണേറുകൾ ബാത്തുലാക്കണേ അല്ലാ. പടച്ചവനെ മാരക രോഗങ്ങൾ കൊണ്ടുപോലും ബുദ്ധിമുട്ടുന്നവരുണ്ട്. എല്ലാവർക്കും സൗഖ്യം നൽകണേ അല്ലാ. ഇതിൽ കമൻറ്റ് ചെയ്ത ഓരോരുത്തരും യാ റബ്ബന അവരുടെ ഖൽബിൽ ഉദ്ദേശിച്ച മുറാദുകൾ നീ ഹാസുലാക്കണേ അല്ലാ. മനസ്സിൽ മുറാദുകൾ വെച്ചുകൊണ്ട് ആമീൻ പറയുന്നവർ, ഈ സദസ്സിൽ പങ്കെടുക്കുന്നവർ, ഹംദ് പറഞ്ഞ് പുഞ്ചിരിക്കുന്നതിലൂടെ ജീവിതം ഒന്ന് കെട്ടിപ്പടുക്കണമെന്ന് കരുതുന്നവർ നീ കൈവടിയല്ല തമ്പുരാനെ. സലാമത്ത് നൽകണേ അല്ലാ. സലാമത്ത് നൽകണേ അല്ലാ. യാ റബ്ബന പടച്ചവനെ ഞങ്ങളുടെ ജീവിതത്തിൽ സമാധാനം നിലനിർത്തണേ അല്ലാ. പടച്ചവനെ ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞവർക്ക് മഗ്ഫിറത്ത് നൽകണേ അല്ലാ. ഞങ്ങളിൽ പലരുടെയും മാതാപിതാക്കൾ ഖബറിലാണ്, മഗ്ഫിറത്ത് നൽകണേ അല്ലാ. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾ, ഈ സദസ്സ് കാണുന്ന പ്രായം ചെന്ന ഒരുപാട് ഉമ്മമാർ ഉപ്പമാർ, എല്ലാവർക്കും നീ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ. പടച്ചവനെ ഞങ്ങൾ എപ്പോഴാണ് മരിക്കുന്നതെന്നറിയില്ല. ഈമാന് സലാമത്താക്കണേ അല്ലാ. പെട്ടെന്ന് വിളിക്കല്ലേ അല്ലാ. ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും പ്രത്യേകിച്ച് സ്വബാഹുൽ ഖൈർ കുടുംബത്തിലെ ഓരോരുത്തരെയും അഷ്റഫുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നിന്റെ കാരുണ്യം കൊണ്ട് നീ ഒരുമിപ്പിക്കണേ അല്ലാ. ഈ സദസ്സിനെ സ്നേഹിക്കുന്നവരെ നീയും സ്നേഹിക്കണേ അല്ലാ. ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.